ഈ വിഷുമന്തി എന്നുള്ള പുതിയ ട്രെൻഡ് ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പും പുലിവാലും ഒന്നും ചെറുതല്ല. ഇവിടെ ഓൾറെഡി വർഗീയത പറഞ്ഞ് വർഗീയതയുടെ ബേസിസിൽ തമ്മിലടിച്ച് ചാവാൻ നടക്കുന്ന കുറേ എക്സ്ട്രീമിസം തലയ്ക്ക് പിടിച്ച ഹിന്ദുക്കളും ഉണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്. ഈ ഒരു എന്താ പറയുക, വിഷു സമയത്ത് ഹോട്ടലുകാർ കൃഷ്ണനെയും മുന്നിലിരുത്തി അതിൻ്റെ മുന്നിലൊരു കുഴിമന്തിയും വെച്ചു കൊടുത്ത് ചിക്കനും വെച്ചു കൊടുത്ത് എല്ലാത്തിനും കൂടി ഒരു ഫ്യൂവൽ ഇട്ട് കൊടുത്തു. ഇപ്പം എന്തായി, എല്ലാം കൂടി ഒരു ഗൂഢാലോചനയിൽ ചെയ്യുന്നതാണ്. ഹിന്ദുവിനെ തകർക്കാൻ വേണ്ടി മാപ്പിളാർ ചെയ്യുന്നതാണ്, മാപ്പിളാരെ തകർക്കാൻ വേണ്ടി ഹിന്ദുക്കൾ ചെയ്യുന്നതാണ്. എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? കേസോട് കേസ്. ഇത് ക്രിസ്മസിനും ന്യൂ ഇയറിനും അങ്ങനെ ഓരോ പരിപാടികൾക്ക് ഇതേപോലെ പോസ്റ്റർ ഇറക്കുന്നവന്മാർ അവരെ മണ്ടത്തരത്തിൽ ഇറക്കി പോയ ഒരു ഐറ്റം മാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ഹിന്ദുവിനെ തകർക്കാൻ വേണ്ടി മുസ്ലിം സഹോദരങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഇവിടെ ഒരു ഗൂഢാലോചന നടത്തി അങ്ങോട്ട് പോസ്റ്റർ ഇറക്കി അടിച്ചു വിട്ടതല്ല. കൃഷ്ണനും കുഴിമന്തിയും എവിടെ ചെന്ന് നിൽക്കുവാവോ? ഞാൻ നോക്കുമ്പോൾ മലപ്പുറത്ത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കേസുകൾ വേറെ. റെയ്ദാൻ, അറേബ്യൻ മജ്ലിസ് എന്നീ 2 ഹോട്ടലുകൾ കോട്ടയ്ക്കലുണ്ട്. ആ 2 ഹോട്ടലുകളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിലൊരു ചിത്രം അടങ്ങിയ ആ ഒരു വിഷു ആശംസാ കാർഡ് പ്രത്യക്ഷപ്പെട്ടത്. അത് പിന്നീട് പലയിടത്തും പലരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതാണ് പിന്നീട് ഇത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോട്ടയ്ക്കൽ സ്വദേശിയായിട്ടുള്ള ആൾ തന്നെയാണ് പരാതി കോട്ടയ്ക്കൽ പോലീസിൽ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോട്ടയ്ക്കൽ പോലീസ് ഈ 2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ അവർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അങ്ങാടിപ്പുറത്തും സമാന സമയത്ത്, അതായത് വിഷു ദിനത്തിൽ ആശംസ അറിയിച്ചുകൊണ്ട് മയിൽപ്പീലി ചൂടിയ ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ ഒരു ഫുൾ മന്തിപ്പാത്രം ഇരിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ യമാമ ഷവായ എന്ന് പറയുന്ന ഹോട്ടൽ പരസ്യം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെ ഈ സംഭവം വലിയ വിമർശനങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വഴിവെക്കുന്ന സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെ തന്നെയാണ് മങ്കട പോലീസ് കേസെടുത്ത ഈ ഉടമകളായിട്ടുള്ള 3 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഉടമത്തിന് പിന്നാലെ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം കൂടി മലപ്പുറത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പുതിയൊരു ട്രെൻഡ്, വിഷുമന്തി എന്ന് പറയുന്ന ഒരു ട്രെൻഡ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി അത് വലിയ ട്രോളുകൾക്കൊക്കെ വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങാടിപ്പുറത്ത് ആണ് ഈ പുതിയ സംഭവം ചർച്ചയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പോ മലപ്പുറത്തുനിന്ന് വന്ന പെർട്ടിക്കുലർ ന്യൂസ്. ആക്ച്വലി ഇതൊക്കെ ഈ റീസെൻ്റ്ലി ഫസ്റ്റ് ഈ ഒരു കൃഷ്ണനും കുഴിമന്തി എന്നുള്ള പോസ്റ്റർ വന്ന് അതും ഒരു കാര്യമുണ്ട്. ആ ടീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ മെഹർ മന്തി എന്ന് പറഞ്ഞ ടീം, ഇഫ് ഐ എം കറക്റ്റ് അതാണ് അവരുടെ പേര്. ആ ടീമിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സായി ബ്രോ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉള്ള സംസാരം നിങ്ങളൊന്ന് കേൾക്കുന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേഴ്സണലി അവരൊരു സ്ക്രീൻ റെക്കോർഡൊക്കെ അയച്ചു തന്നു. അവരുടെ ഗ്രൂപ്പിനകത്ത് നിന്ന് അവർ ഈ സാധനം അവർക്ക് ഏതൊരു വ്യക്തിയാണോ ഇത് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ അയാൾക്ക് റിജക്റ്റ് ചെയ്ത് കൊടുത്തൊരു ഐറ്റമായിരുന്നു. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി അവരുടെ വൺ ഓഫ് ദി പാർട്ട്ണർ ഈ ഗ്രൂപ്പ് ചർച്ചകളും കാര്യങ്ങളൊന്നും കേൾക്കാത്ത ഒരാൾ ആ ഗ്രൂപ്പിലേക്ക് പെട്ടെന്ന് വരികയും ഇതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു, അയാളുടെ വാട്സാപ്പ് സ്റ്റോറി ആക്കിയിട്ടൊരു സാധനമാണ്. അല്ലാതെ അവരുടെ സോഷ്യൽ മീഡിയ പേജിലൊന്നും കൃഷ്ണന് മുന്നിൽ കുഴിമന്തി ഇരിക്കുന്നവരെവിടെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഏതൊക്കെയോ ടീംസ്, ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും സംഘപരിവാറിൻ്റെയൊക്കെ ടീംസ് എടുത്തു കൊണ്ടുപോയിട്ട് അതങ്ങോട്ട് വിവാദം അവർ കത്തിച്ചു. സിമിലർ കൈൻഡ് ഓഫ് തിങ് ആണ് തോന്നുന്നു ഇപ്പോൾ മലപ്പുറത്ത് നടന്നത്. വിഷുവിൻ്റെ സമയത്ത് പോസ്റ്റ് ചെയ്ത സാധനം ഇപ്പം ഈ വിവാദം ഉണ്ടായപ്പോൾ ഈ ആളുകളുടെ മൈൻഡിലേക്ക് വരുമല്ലോ, ഞാൻ മറ്റേ മന്തിക്കടേൻ്റെ ആ പോസ്റ്റിൽ കൃഷ്ണനെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ സാധനം എടുത്തു വിട്ട് അടിച്ച് ഇപ്പോൾ അത് കേസും വിഷയമൊക്കെ ആയി ആകെ സീനായി. ഇങ്ങനെയാണ് എനിക്കിത് ഫീൽ ആവുന്നത്. ഇനി ഇതിനിടയിൽ എന്താണെങ്കിലും കൃഷ്ണനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, മന്തിയിലൊരു പോസ്റ്റർ ഇറക്കി. എന്നാ പോർക്ക് പിടിച്ച് ദാ കിടക്കുന്ന റംസാൻ ആശംസകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോസ്റ്റർ ഇറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ മതഭ്രാന്തന്മാർ അങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കി, അവന്മാരെയും പോലീസ് പിടിച്ച്. നിങ്ങൾക്കൊക്കെ ഇത്രത്തോളം കഴപ്പാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കാനും ജയിലിൽ പോകാനും അല്ല അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. എന്തിൻ്റെ ആവശ്യത്തിന്? ഇതൊക്കെ നിങ്ങളിലേക്ക് കുത്തി വയ്ക്കുന്ന മത നേതാക്കന്മാർക്കും ഇവിടുത്തെ മീഡിയക്കാർക്കും അവർക്കൊക്കെ ഇത് ജസ്റ്റ് അവരുടെ ബിസിനസ്സാണ്. ഞാനാണെങ്കിൽ പോലും നട്ടപ്പാതിലേക്ക് ഈ വീഡിയോ കാറിനകത്തിരുന്ന് സംസാരിക്കുകയാണ്, ഉറക്കം കളഞ്ഞ് സംസാരിച്ച് എനിക്ക് ആശ കിട്ടുന്നുണ്ട്. പുല്ല് നിങ്ങൾക്ക് ഈ തമ്മിലടിച്ച് എന്തോ ഒലക്കി കിട്ടാനാ? ഏതെങ്കിലും ഒരുത്തും തമ്മിലടിച്ച് കുത്തിച്ചാവും. ലാസ്റ്റ് ഓൻ്റെ വീട്ടുകാർക്ക് പോയി. ലാസ്റ്റ് ആ മരിച്ച ആ ചെങ്ങാതി എന്തായി? ആ റിലീജിയന് വേണ്ടി മരിച്ച പുണ്യാത്മാവായിട്ടാണ് വാഴ്ത്തപ്പെടും. എന്നിട്ട് അരി കിട്ടുമോ വീട്ടിലേക്ക്? ഏറിപ്പോയ 1 മാസം അല്ലെങ്കിൽ 5-6 മാസം നോക്കുമായിരിക്കും ഏതെങ്കിലും മതത്തിൻ്റെ ആൾക്കാർ.
അമ്പല കമ്മിറ്റിയോ പള്ളി കമ്മിറ്റിയോ. അത് കഴിഞ്ഞാൽ വർഷം ഏതെങ്കിലും ഒരു പോസ്റ്ററിൻ്റെ സൈഡിൽ ചിരിച്ചിരിക്കും, ആ പേരിൽ പണപ്പിരിവ് നടത്തും, വീട്ടിലേക്ക് നക്കാപ്പിച്ച് കൊടുത്താൽ കൊടുക്കും, മതത്തിൻ്റെ പേരിൽ ജിഹാദായിട്ട്. എന്തിനടാ ഈ തമ്മിലടിച്ച് ചാവാൻ നടക്കുന്നത്? അയ്യയ്യ, കുറച്ചൊക്കെ എന്താ പറയുക, ചിന്തിക്ക്. ഇത് ഹിന്ദുക്കൾ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇതുകൊണ്ട് പൊട്ടുന്ന കുരുക്കൾ അങ്ങോട്ട് പൊട്ടിത്തീരട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യൻ സ്വാമി ചിദാനന്ദപുരി, ഓക്കെ, ചിദാനന്ദപുരി. ഇങ്ങേര് ഈ അമൃത ടി വിയിലൊക്കെ രാമായണമൊക്കെ വായിക്കുന്ന ഒരു ഫിഗറൊക്കെ ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനോട് ഇതേപോലൊരു സപ്താഹ വായനയോ തോന്നുന്നു, അതിൻ്റെ ഇടയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ശ്രീരാമനും ലക്ഷ്മണനൊക്കെ വനവാസത്തിന് പോയ സമയത്ത് കാട്ടുന്ന് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെയാണോ കഴിച്ചിരുന്നത്, മാംസാഹാരങ്ങൾ കഴിച്ചിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നതിന് ഇദ്ദേഹം ഒരു തിരിച്ചൊരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് വെക്കാം നിങ്ങൾക്ക്. ഇതിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ബ്രഹ്മാവ് മൃഗങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ഭക്ഷിക്കാവുന്ന ഏതു മൃഗങ്ങളുടെയും മാംസം മനുഷ്യന് ഭക്ഷിക്കാവുന്നതാണ്. മനുസ്മൃതി അധ്യായം 5 ശ്ലോകം 30. പശു, പോത്ത്, കാളക്കുട്ടി, കുതിര എന്നിവയെ ഇന്ദ്രൻ ഭക്ഷിച്ചിരുന്നു. കേൾക്കണം. പൗരാണിക കാലങ്ങളിൽ പശു ഇറച്ചി കഴിക്കാത്തവരെ ഉത്തമ ഹിന്ദുക്കളായി കണക്കാക്കിയിരുന്നില്ല. സ്വാമി വിവേകാനന്ദൻ. വേദകാലത്ത് ഗോമാംസം ഭക്ഷിക്കാത്ത ബ്രാഹ്മണനെ ബ്രാഹ്മണനായി കണക്കാക്കിയിരുന്നില്ല. ഈ സംഗതി നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യും. ഞാൻ ഇതിൻ്റെ വാലിഡേഷനൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഞാനിങ്ങനെ എൻ്റെ ഗ്രൂപ്പ് ചർച്ചകളിലൊക്കെ വന്ന സമയത്ത് കണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇത് എവിടേക്കാണ് പറഞ്ഞിട്ടുള്ളത്, എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഫൈൻ, ഞാൻ അങ്ങനെയാണ് ഇത് വെച്ച് തരുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ബാക്ക് ടു ദാറ്റ്, എന്താ പറയുക, സ്വാമി ചിദാനന്ദപുരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിനോടുള്ളൊരു ചോദ്യമായിരുന്നു, ശ്രീരാമൻ മാംസം കഴിച്ചിട്ടില്ലേ, മാംസാഹാരം കഴിച്ചിരുന്നോ എന്നുള്ളൊരു ചോദ്യം. അതിന് ഇദ്ദേഹം കൊടുത്ത ഉത്തരം നിങ്ങൾ കേൾക്കണം. രാമനും ലക്ഷ്മണനും ഒക്കെ ധാരാളം മാംസം കഴിച്ചത് കാണാനുണ്ട്. വാൽമീകി രാമായണമാണല്ലോ ആധികാരികമായ പ്രാമാണികമായ രാമായണം. വാൽമീകി രാമായണമാണ് രാമൻ്റെ ജീവചരിത്രം സ്പഷ്ടതമായി നമ്മുടെ മുമ്പിൽ നമുക്ക് ലഭിക്കുന്നത്. വാൽമീകി രാമായണം വായിച്ചു കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും രാമനും ലക്ഷ്മണനും ഒക്കെ ധാരാളം മാംസം കഴിച്ചത് കാണാനുണ്ട്. കുറച്ചൊന്നുമല്ല, ഇത്രയ്ക്കൊക്കെ വേണമെന്ന് വരെ നമുക്ക് തോന്നണം. അത്രയ്ക്ക് അളവിൽ ലക്ഷ്മണൻ കൊണ്ടുവരും. കാരണം ഒരിക്കലും ചേട്ടനും അമ്മയ്ക്കും അച്ഛനുമാണല്ലോ, രാമനും സീതയ്ക്കും ഒരു കുറവും ഉണ്ടാവരുത്. അപ്പോൾ ആവശ്യത്തിലധികം പിടിച്ച് ജന്തുക്കളെ കൊണ്ടുവരുന്നതായിട്ട് പറയുന്നുണ്ട്. എന്താ കുഴപ്പം? എന്താ മാംസം കഴിക്കാൻ പാടില്ലേ? മാംസാഹാരമൊക്കെ മഹാപാതകമാണെന്നുള്ള രീതിയിൽ പ്രചരണം കൊടുത്തു. എത്ര കഷ്ടപ്പെട്ടിട്ട് ആ മാംസം എന്നുള്ളതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചൊരു പച്ചക്കറിയാണ്, പഴമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പെടുന്ന പാടേ. അല്ല, മാംസം എന്ന് പറഞ്ഞാൽ ശരിയാ, മാംസം, പച്ചക്കറി, പഴത്തിന്റെ മാംസളമായ ഭാഗം ഇല്ലേ? മാങ്ങയുടെ എന്താ നമ്മൾ കഴിക്കുക? മാംസമാ കഴിക്കുക. എങ്ങനെയുണ്ട്? അതായത് കാട്ടില് വനവാസത്തിന് പോയ സമയത്ത് ലക്ഷ്മണനും സീതയും രാമനും ഒക്കെ, ഞാനിത് പലപ്പോഴും ചിന്തിച്ചിട്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലോ അല്ലെങ്കിൽ ഇതിനു മുന്നുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എടീ, മനുഷ്യൻ ഈ രാമൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ കാലഘട്ടങ്ങളിൽ ഒക്കെ വനത്തിലുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി പോലുള്ള ആളുകളായിരിക്കും. മനസ്സിലായോ? ആ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. രാജാക്കന്മാരെന്ന് പറഞ്ഞാലും നമ്മൾ ഈ സിനിമയിലും സീരിയലിലും കാർട്ടൂണിലും ഒന്നും കാണുന്ന രീതിയിലുള്ള സർവ്വ വസ്ത്രവും ധരിച്ച് സർവ്വ സ്വർണവും ധരിച്ച് അങ്ങനെ ആയിരിക്കാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. അവരുടെ കാലഘട്ടം, അവർ ജീവിച്ചിരുന്ന ആ ഒരു ടൈം സോൺ, ആ ടൈം ഫ്രെയിമിലൊക്കെ അവർ ഇതന്നെയായിരിക്കും. കാട്ടിലുള്ള ആദിവാസികളെ പോലുള്ള ആളുകളായിരിക്കും, ട്രൈബൽസ് ആയിരിക്കും. അവിടുത്തെ ചിലപ്പോൾ രാജാവ് സെറ്റപ്പിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഓബിയസ്ലി അവർ മാംസാഹാരങ്ങൾ കഴിക്കൂടെ. അത് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച ഇൻസ്റ്റിങ്ക്റ്റ്, അതാണ് സർവൈവൽ.
അന്നത് തെറ്റല്ല. ഇന്നാണ് ആ ഇന്നൊരു ദൈവം മാംസാഹാരം കഴിക്കുന്നൊരു ദൈവം എന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാവുന്നത്. അപ്പം നിങ്ങൾ ഇപ്പം ഇങ്ങനെ പോയി കല്ലെറിയോ? നിങ്ങൾ ഇയാളെ പോയിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പോയിട്ട് കല്ലെറിഞ്ഞു ഇയാളെ എല്ലാ സഭയിൽ നിന്നും ഇറക്കി വിടും ഈ മനുഷ്യനെ, ഈ സ്വാമീനെ. എന്നറിയോ, ചില കാര്യങ്ങളൊക്കെ ഇറ്റ് വിൽ ഹേർട്ട്. മനസ്സിലായോ? ഉള്ളിലുള്ള തീവ്രമായ മതത്തിനോടുള്ള എന്തൊക്കെയോ കുറേ സാധനങ്ങൾ നിങ്ങളെ തലയിലേക്ക് റോങ് ആയിട്ട് കുത്തിവെച്ച സാധനങ്ങളൊക്കെ ചില സത്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹേർട്ടായിട്ട് തോന്നും, ഭയങ്കര ഫീലിംഗ് വരും, നിങ്ങൾക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ ശ്രീരാമനാണെങ്കിലും ലക്ഷ്മണനാണെന്നുണ്ടെങ്കിലും ഏതൊരു ദൈവമാണെന്നുണ്ടെങ്കിലും മനുഷ്യകോലത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച് ഇവിടുത്തെ വായുവും ശ്വസിച്ച് ഇവിടെ മനുഷ്യനായിട്ട് ജീവിച്ച് മരിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ആ ഒരു ടൈം ഫ്രെയിമിൽ ഡെഫിനറ്റ്ലി അവരുടെ ഫുഡ് ചെയിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ഫ്ലഷ്. മനസ്സിലായോ? അവരൊരു മാംസാഹാരം കഴിക്കുന്നവർ തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി. അതിൽ ഇപ്പം ഈ വേറെ പറയാല്ല, ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി എന്തുകൊണ്ട് ഉണ്ട്. അതേ സമയത്ത് മഹിഷം, വരാഹം എന്നൊക്കെ പറഞ്ഞാൽ പോത്ത്, പന്നി എന്നൊക്കെ തന്നെയാണ് അർത്ഥം. അതൊക്കെ വ്യാഖ്യാനിച്ചു മഹിഷം എന്ന് പറഞ്ഞാൽ വേറെന്തോ ഒരു സാധനമാണ്, വരാഹം എന്ന് പറഞ്ഞാൽ വേറെന്തോന്നാണൊക്കെ വ്യാഖ്യാനിക്കാൻ പോണത്. എന്തിനാ ഇനി അതിനെ കൊന്ന് മുറിച്ച് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ച് വെറുതെ വഷള വയ്യ. ഒരു വന്യമായ ജീവിതക്രമമായിരുന്നു അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് രാജാവായപ്പോഴോ രാജാവിന് ഉചിതമായ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഇന്നും നമ്മൾ ബംഗാളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ പൂജകന്മാർ, തന്ത്രിമാർ എല്ലാവരും 99.9 പേരും മത്സ്യം കഴിക്കുന്നവരാ. മത്സ്യത്തിന് എന്താ കഴിക്കുക? പൂവാണോ അല്ല മുട്ടോ ഇലയോ? എന്താ കഴിക്കുക? മത്സ്യത്തിന് എന്താ കഴിക്കുക? മത്സ്യത്തിന്റെ മാംസമാണ് കഴിക്കുന്നത്, വേറെന്താ കഴിക്കുന്നത്? പൂജിക്കാൻ പോകുമ്പോൾ മീൻ പിടിച്ചിട്ടാണെങ്കിൽ കൊണ്ടുപോയി അമ്പലത്തിന് മുമ്പിലവിടെ വെച്ച് അകത്ത് പോയി പൂജയൊക്കെ കഴിഞ്ഞ് മീൻ കൊടുത്ത് പോയി കറി വെച്ചുണ്ടാക്കും. അതവർ ഹിന്ദുക്കളല്ലേ? വിവേകാനന്ദ സ്വാമികളൊന്നും ഹിന്ദു അല്ലേ? സ്വാമികളെ മത്സ്യം കഴിക്കുന്ന ആളാ. അല്ല ഹിന്ദു അല്ല എന്ന് പറയൂ ആരെങ്കിലും? അറിയില്ല. ഈ ബൗദ്ധ തലയിൽ കയറിയിട്ടുള്ള ആരെങ്കിലും വിവേകാനന്ദ സ്വാമി ഹിന്ദു അല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ലോകത്തിന്റെ മുമ്പിൽ ബി പ്രൗഡ്, ഐ ആം എ ഹിന്ദു എന്ന് ഗർജിച്ച ആളാണ്. അതുകൊണ്ട് അതിലൊന്നും അല്ല മുഖ്യത്വം എന്ന് മനസ്സിലാക്കുക. അവിടെ രാമൻ നല്ലോണം പച്ചക്കറിയും കഴിച്ചിട്ടുണ്ട്, പഴവും കഴിച്ചിട്ടുണ്ട്, വെള്ളവും കുടിച്ചിട്ടുണ്ട്, പട്ടിണി കിടക്കേണ്ടപ്പോൾ പട്ടിണിയും കിടന്നിട്ടുണ്ട്, കിട്ടിയപ്പോൾ നല്ല ഇറച്ചിയും കഴിച്ചിട്ടുണ്ട്. പക്ഷേ അനുഷ്ഠാനങ്ങൾ വ്യതിചലിക്കാതെ ധർമ്മത്തിൽ ഉറച്ചു വസിച്ച ധർമ്മമൂർത്തിയാണ് രാമൻ. എഴുത്തച്ഛൻ രാമായണത്തിൽ ഭരദ്വാജാശ്രമ പ്രവേശന സമയത്ത് സോദരനോടൊപ്പം ഒരു മൃഗത്തെ കൊന്നു ഭുജിച്ച് സുഖിച്ചു എന്ന് കാണുന്നു. ഇതിന് മറ്റു വ്യാഖ്യാനങ്ങൾ എന്തെങ്കിലും ഉണ്ട്? എന്തിനവർ വ്യാഖ്യാനിക്കുന്നത്? മൃഗം എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ് അർത്ഥം. മാനിനെ കൊന്നു സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു, എന്താ കുഴപ്പം? അന്ന് കാലത്തായതുകൊണ്ട് രാമൻ അകത്തായില്ല, ലക്ഷ്മണന് മാനിനെ കൊന്നു തിന്നുകൊണ്ട്. ഇന്നാണെങ്കിൽ അകത്തായിരുന്നു. അതാണ് കാലഘട്ടവും ടൈമൊക്കെ മാറുമ്പോൾ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളിലും മനുഷ്യനുണ്ടാക്കി വെച്ച ഈ സംഗതികളിലൊക്കെ വരുന്ന മാറ്റം. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ജീവിക്കുന്ന കുറേ മൊയന്ത് ഹിന്ദുക്കൾക്കും മുസ്ലിംക്കും ക്രിസ്ത്യൻസിനും അവർക്കൊന്നും അഡ്വാൻസ്ഡ് ആവണ്ട, റിലീജിയനെ കെട്ടിപ്പിടിച്ച് നിന്നാൽ മതി. അറ്റ്ലീസ്റ്റ് ഇത്ര ചിന്തിക്കുക. രാവിലെ എണീച്ച് രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ മതം വിൽക്കുന്നവരുടെ അല്ലെങ്കിൽ ഈ മതം വിറ്റ് ബിസിനസ് ആക്കുന്നവരുടെ ഇവരുടെ ചീപ്പ് പൊളിറ്റിക്സിന് മുന്നിൽ പോയി നിന്ന് അതിന് സമയം കളയാനും അവിടെ തല്ലുപിടി ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾക്ക് എന്തിനടാ ലൈഫിൽ അതിൻ്റെ ആവശ്യമുള്ളത്? എന്ത് ലാഭം, എന്ത് ഗുണം നിങ്ങൾക്ക് കിട്ടാനാണ്? നിങ്ങൾ അത്രമാത്രം ചിന്തിച്ചാൽ പോരെ. ഒരു ചാനൽ ചർച്ച വയ്ക്കുന്നു, ചാനലിന് മുതലാവണം. ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കണം, എനിക്ക് മുതലാവുന്നു. നാളെ ഇതിൽ വന്നു പോകുന്നവന് കാശ് കിട്ടുന്നു, ചർച്ചയ്ക്ക് വന്നു പോകുന്നവന്. ഇനി ഇതിലുപരി ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി, അവർക്ക് വോട്ട് ബാങ്ക് അങ്ങോട്ട് അവരത് വലുതാവുന്നു. നിങ്ങൾക്ക് എന്ത് ലാഭം ഇതിനകത്ത്? എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക്? നിങ്ങൾ രക്ഷിച്ചിട്ട് വേണോ നിങ്ങൾക്ക്
നിങ്ങളുടെ ഈ പറഞ്ഞ റിലീജിയനെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ? നിങ്ങൾ ഈ പറയുന്ന സർവ്വവ്യാപിയായ ഏറ്റവും എന്താ പറയുക സ്ട്രെങ്ത് ഉള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നിങ്ങളുടെ അള്ളാഹുവും നിങ്ങളുടെ രാമനും നിങ്ങളുടെ ശിവനും നിങ്ങളുടെ ജീസസും വിചാരിച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റിലീജിയനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ നിൽക്കുമോ? ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങൾക്ക് വരെ CCTV പ്രൊട്ടക്ഷൻ വേണ്ട ഒരു സമയമാണ് നമ്മൾ ഈ ഒരു കാലഘട്ടം. നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ പറഞ്ഞ മന്തി പോസ്റ്റർ കാണുമ്പോഴത്തേക്കും ചാടിയോ ആളും കിട്ടി ഇറങ്ങി തമ്മിൽ വെട്ടി തീർക്കാനും എന്തിനതിൻ്റെ ആവശ്യം എന്താ? ഒരു മനുഷ്യന് ആവശ്യമുള്ളത് കഴിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിക്കണം. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് അവൻ്റെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് അവന് കഴിക്കേണ്ട സാധനങ്ങൾ അവന് കഴിച്ചിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ വിടണം. ഇങ്ങനെ ഒരു ഇവിടെ എല്ലാ മതമല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക. പ്യോർ വെജിറ്റേറിയനിൽ എന്ത് പ്യോർ? എന്നിട്ട് ആ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ആംബിയൻസാണ്. കയറുമ്പോൾ തന്നെ ചന്ദനത്തിരി കൗസല്യ ചാപചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏതെങ്കിലും അമ്പലപ്പാട്ട് ഇട്ടിട്ടുണ്ടാവും. ഫുള്ളൊരു അമ്പലം ആംബിയൻസ്. അതായത് അവിടെ കയറുമ്പോൾ തന്നെ ആ എന്തോ വലിയ പുണ്യമായിട്ടുള്ള പ്രവർത്തിക്കാണ് ഈ പോണേന്നാണ്. അതേസമയം ഏതെങ്കിലും ബീഫും പൊറാട്ടയും കിട്ടണ ഏതെങ്കിലും ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ എന്ത് ഇത് എന്ത് ഇറച്ചിയും ഇതൊക്കെ കാണുമ്പോൾ വെജിറ്റേറിയൻ കാണുമ്പോൾ മനസ്സിലാവണല്ലോ. ഇതെന്താണ് ഈ ലോകം ഇങ്ങനെ? ഞാൻ ലോകത്തിനും പറഞ്ഞില്ല, എന്താണ് എൻ്റെ കേരളം ഇങ്ങനെ, മലയാളികൾ ഇങ്ങനെ? നാടൊക്കെ ഇമ്പ്രൂവ് ആയി ഭയങ്കരമായിട്ട് നമ്മൾ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന മലയാളി ഉള്ളിൻ്റെ ഉള്ളിൽ പേടി. ഹിന്ദുവിനെ വന്ന് മുസ്ലിമും ക്രിസ്ത്യനും കൂടി തീർത്ത് കളയൂ, മുസ്ലിമിന് ഹിന്ദുവും ക്രിസ്ത്യനും കൂടി മുസ്ലിമിനെ തീർക്കൂ, ക്രിസ്ത്യന് ഹിന്ദു മുസ്ലിം കൂടി ചേർന്ന് ക്രിസ്ത്യനെ തീർക്കൂ. എടാ ബ്ലഡി, നിങ്ങളെ ദൈവങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത സാധനം പിന്നെ നിങ്ങൾ എന്തിനു പ്രൊട്ടക്റ്റ് ചെയ്യാൻ നടക്കണം? അള്ളാഹുവിനെ കൊണ്ട് മുസ്ലിം റിലീജിയനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ പിടിച്ചാൽ നിൽക്കുമോ? ശിവനെ കൊണ്ടോ രാമനെ കൊണ്ടോ ഹിന്ദുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാർ പിടിച്ചാൽ നിൽക്കുമോ? ക്രിസ്ത്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ജീസസ് ക്രൈസ്റ്റിനെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമോ? അതിൽ നിൽക്കുമോ? എൻഡ് ഓഫ് ദ ഡേ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ വിറ്റ് ജീവിക്കുന്നവർക്ക് നല്ല ലാഭമാണ്. ചിലർക്ക് വോട്ട് ബാങ്കാണ്, ചിലർക്ക് പൈസയാണ്, ചിലർക്ക് വിസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് എന്ത് എന്ന് മാത്രം ചിന്തിക്കുക. പരസ്പരം ഈ പറഞ്ഞ ഭക്ഷണത്തിൽ റിലീജിയൻ കുത്തിക്കലക്കി അതിൽ അടിയുണ്ടാക്കി ലാസ്റ്റ് തമ്മിൽ ഒരു ദിവസം കണ്ടാൽ ചിരിച്ചിട്ട് പോയിരുന്നവർ കരണം പൊടിച്ച് അടിച്ച് പൊട്ടിക്കുന്ന രീതിക്ക് മാറും ഈ നാട്ടിൽ. പറഞ്ഞ് മടുത്തടേ. പറയും തോറും എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യാന്നല്ലാതെ വീണ്ടും ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർ കളിക്കുന്ന ചീപ്പ് നാടകത്തിൽ പോയിട്ട് നിങ്ങൾ ചാടിക്കൊടുക്കും, എന്നിട്ട് തമ്മിലടിക്കും.